ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഹിയർ ദി സൺസ്പോട്ട് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ദായിച്ചി വീണ്ടും കോഹയുടെ നോട്ട് ടേക്കർ ആയതുകൊണ്ട് തന്നെ അവനൊരു പ്രൊഫഷണൽ അല്ലാത്തതും കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് അവരുടെ കോളേജിൽ തന്നെയുള്ള ആ ഒരു ഓഫീസിലേക്ക് വരുന്നതാണ്. ആ സമയം അവിടെ അവൻ്റെ അടുത്ത് എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആ ഒരു ലേഡിയാണെങ്കിൽ അവന് ഫോമൊക്കെ കൊടുത്തിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ഇത്തവണ നന്നായിട്ട് ചെയ്യുക, നീ നന്നായിട്ട് പഠിക്കുന്നതിനെ കൊണ്ട് പറ്റും, ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള നോട്ട് ടേക്കർ ആവാനായിട്ട് പഠിച്ച പിള്ളേരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചാൽ മതി, അവരെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ബുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന ടൈമിന് തൊട്ടടുത്ത ഡെസ്കിൽ ഒരു പയ്യൻ വന്നിട്ട് അവന് സ്കോളർഷിപ്പ് എടുക്കുന്നതിൻ്റെ ഫോമൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അതിവ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം തയ്ച്ച് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ നീ ഇങ്ങനെ സ്കോളർഷിപ്പ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോൾ ജോലി സംഭവം സ്കോളർഷിപ്പ് ആണെന്ന് നോക്കിക്കൊണ്ടിരിക്കാതെ പഠിച്ച് അങ്ങ് കയറിപ്പോവാനാണ്, പിന്നീട് വല്ല പാർട്ട് ടൈം ജോബും നോക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ മറ്റൊരു ഫ്രണ്ട് പറയാണ്, പാർട്ട് ടൈം ജോബ് നോക്കണ്ട, 2 ദിവസം കഴിഞ്ഞാൽ നിന്നെ ചവിട്ടി പുറത്താക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഐസ്ക്രീമൊക്കെ കടിച്ച് നല്ല എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. ആ സമയം തയ്ച്ചിട്ട് ഒരു ഫ്രണ്ട് ക്യാമ്പിങ്ങിന് പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് അതിൻ്റെ കാര്യമെല്ലാം ഇവർക്ക് അതിൻ്റെ സ്ഥലവും ഫോട്ടോസൊക്കെ കാണിച്ചിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഇവർക്കും ഓക്കെ എന്ന രീതിയിൽ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കോഹേനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അമ്മേനെ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവൻ്റെ അടുത്തിരിക്കുന്ന ഒരു കത്തി ഒന്ന് താഴെ വീഴുമ്പോഴത്തേക്കും അവൻ്റെ അമ്മ നീ എന്തായി കാണിക്കുന്നത്, ശ്രദ്ധിക്കുമെന്ന് പറയാണ്. എന്നാൽ അവൻ്റെ അമ്മ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, കാരണം അവൻ്റെ കണ്ണ് മൊത്തം ഫോണിൻ്റെ അകത്തിരിക്കുമായിരുന്നു. അത് കണ്ടിട്ട് അമ്മ കുക്ക് ചെയ്യുന്ന ടൈമിന് ഫോൺ മാറ്റി വയ്ക്കാൻ പറയുന്നുണ്ട്. അതും അവൻ കേൾക്കുന്നില്ല. അവനാണെങ്കിൽ ഫോണിൽ തന്നെ നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാമ്പിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തയ്ച്ചിയാണെങ്കിൽ മെസ്സേജ് ഇട്ട് നീയും വാ എന്ന് പറഞ്ഞിട്ട് അവൻ ഇൻവൈറ്റ് ചെയ്തൊക്കെയാണ്. അതിൻ്റെ ആലോചനയിലാണ് അവൻ നിന്നത്. അതിനുശേഷം വീണ്ടും തയ്ച്ചിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ അവർ കോഹെ റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ വരാമെന്ന് പറയാണ്. അങ്ങനെ ആ സന്തോഷത്തിൽ അവൻ ഓടിച്ചെന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കോഹയെ വരാമെന്ന് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സാണെങ്കിൽ ഓക്കെ നല്ല കാര്യം തന്നെ, അല്ല നീ ഭയങ്കര എക്സ്ട്രാ ഹാപ്പിയാണല്ലോ അവൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നീയോ അവനും തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറിയിട്ട് വീണ്ടും സംസാരിച്ച് തുടങ്ങിയില്ലേ, ഞങ്ങൾ ഹാപ്പിയാണെന്ന് അവർ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം തയ്ച്ചിയാണെങ്കിൽ എല്ലാവർക്കും മുന്നേ തന്നെ റെഡിയായി പോകാനായിട്ട് അവർ മീറ്റ് ചെയ്യാന്ന് പറയുന്ന സ്ഥലത്തൊന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ബാക്കിയുള്ളവർ നോക്കുന്നതിനേക്കാളും കോഹയെ എപ്പോൾ വരും നോക്കിയാണ് നിൽക്കുന്നത്. ആ സമയം അങ്ങോട്ടേക്ക് അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള യോക്കോ വരുന്നുണ്ട്. യോക്കോയുടെ കസിനാണ് മിഹോ. ഇവൻ നോക്കിയപ്പോൾ കൂടെ മിഹോയും വരുന്നുണ്ട്. മിഹോയും അവനും തമ്മിൽ അന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ അവളെ കാണുമ്പോൾ അവന് ഒരുമാതിരി ഒരു ഇതുണ്ട്, അവൾക്കും എന്തോ ഇവരെ ഫേസ് ചെയ്യാൻ ഒരു മടിയുണ്ട്. അതേസമയം യോക്കോ ആണെങ്കിൽ ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ എന്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ടേക്കുള്ള കടയിലും എന്തോ പോകുന്നുണ്ട്. ആ സമയം മിഹോ ആണെങ്കിൽ അവൻ്റെ അടുത്ത് എന്തോ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ പെട്ടെന്ന് അന്ന് ദേഷ്യപ്പെട്ടതിന് സോറി എന്ന് പറയുന്നുണ്ട്. മിഹോ അപ്പോൾ അല്ലല്ല വേണ്ട, ഞാൻ പറഞ്ഞതും തെറ്റാണ്, സോറി എന്ന് പറയാണ്. ആ സമയം ഇവനാണെങ്കിൽ വേണ്ട സോറി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് കോഹയാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് വരുന്നതാണ്. അവൻ നോക്കുമ്പോൾ ദൂരെയാണെങ്കിൽ തൈച്ചിയും പിന്നെ മിഹോയും കൂടി ഇരുന്നു ഭയങ്കര ക്ലോസ് ആയിട്ട് അങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ജലസായി എന്ന് തോന്നുന്നു. ആ സമയം അങ്ങോട്ടേക്ക് യോക്കോ വന്നിട്ട് ആദ്യം മിഹോയ്ക്ക് നിന്നെയായിരുന്നു ഇഷ്ടം, പക്ഷേ ഇപ്പോൾ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പയ്യനുമായിട്ട് സെറ്റായി, അവൾക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഇവനൊരു ആശ്വാസമാണ്, കാരണം തയ്ച്ചി അവളും തമ്മിലൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെ ആ സമയം ഇവരിന്ന് സംസാരിക്കുമ്പോഴാണ് തയ്ച്ചി അവനെ കാണുന്നത്. അങ്ങനെ ഉടനെ തന്നെ കോഹയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. അതിനുശേഷം എല്ലാ ഫ്രണ്ട്സും കൂടെ വന്നിട്ട് ക്യാമ്പിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഇവർ താമസിക്കാനായിട്ട് ഒരു വീട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ വീടിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് ഗേൾസിന് 2nd ഫ്ലോർ, ബോയ്സിന് 1st ഫ്ലോർ, കുക്കിംഗ് ആര് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തയ്ച്ചിയാണെങ്കിൽ കോഹയ്ക്ക് എപ്പോഴും കമ്പനി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് അവിടെ അടുത്തുള്ളൊരു നദിയുടെ അടുത്തോട്ടൊക്കെ മീൻ പിടിക്കാൻ പോവാണ്. അങ്ങനെ കോഹയ്ക്ക് അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത ശേഷം രണ്ടുപേരും മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിട്ടിരിക്കുകയാണ്. ആ സമയം തയ്ച്ചിയാണെങ്കിൽ നീ ഇതിനുമ്പോൾ ചെയ്തിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ കോഹെ ഇല്ല, ഫസ്റ്റ് ടൈം, ഇത് ഭയങ്കര പാടാണെന്ന് പറയുമ്പോൾ തയ്ച്ചിയാണെങ്കിൽ പാടുള്ള കാര്യമാണ്, പക്ഷേ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, മുമ്പ് ഞാൻ എൻ്റെ മുത്തശ്ശീരോടെ ഇങ്ങനെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്, പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ കടലിൽ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ വെച്ചിട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി കുറേ നേരം ഇരുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മീൻ പോലും കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കടയിൽ കയറി മീൻ വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. ആ സമയം ആ മീൻ നേരെ ക്ലീൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും തമ്മിൽ വഴക്കുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവനിതൊക്കെ പറയുമ്പോഴത്തേക്കും കോഹൈ കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല, പക്ഷേ കോഹയുടെ ചിന്ത വേറെ എവിടെയായിരുന്നു. അവനാണെങ്കിൽ ഒരുമാതിരി മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. തയ്ച്ചപ്പോൾ നിനക്ക് ഈ ട്രിപ്പിന് വന്നത് ബോറാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കോഹെ അല്ല നീ എന്താ അങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. തയ്ച്ചപ്പോൾ അല്ലെങ്കിൽ ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക, ഞാൻ വിചാരിച്ചു നിന്നെ വിളിക്കുമ്പോഴത്തേക്കും നീ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നൊക്കെ, പക്ഷേ എന്തുകൊണ്ടോ നീ തീരെ ഹാപ്പി അല്ലാത്ത പോലെ തോന്നി, സോറി വിളിച്ചതിന് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കോഹെ ഒരിക്കലും അല്ല, നീ വിചാരിക്കുന്ന പോലെയല്ല, നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ, എന്നെ വിളിച്ചതിന് താങ്ക് യു സോ മച്ച്, പിന്നെ നിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നതെന്ന് പറയുകയാണ്. പക്ഷേ ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ബോറായിട്ട് നിൽക്കുന്നതിന് കാരണം
അത് പിന്നെ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞു കളയും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചി അതൊന്നും കുഴപ്പമില്ല, നീ കൂടുതൽ സംസാരിക്കുക, നീ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോഴേ നമുക്കെല്ലാവർക്കും സന്തോഷമാവുന്നത് അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കോഹെ അതെ, ഇനി തൊട്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഒരു വെള്ളത്തിലൊക്കെ നോക്കിയിട്ട്. ആ സമയം തയ്ച്ചയാണെങ്കിൽ കോഹനെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴാണ് കോഹെ മനസ്സിലാക്കുന്നത് തയ്ച്ച് തന്നെ നോക്കി നിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെ തയ്ച്ചിയുടെ അടുത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തയ്ച്ച് ഒന്നുമില്ല, ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നുണ്ട്. അതിനുശേഷം അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോഹയുടെ ചൂണ്ടയിൽ ഒരു മീൻ കുടുങ്ങുന്നുണ്ട്. തയ്ച്ചാണെങ്കിൽ നമുക്ക് മീനിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് മീനിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ റെയിൻബോ കളറിൽ വരുന്ന ഏതൊക്കെയോ മീനിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2-3 മീൻ കിട്ടിയിട്ടുണ്ട്. അതിനെ കൊണ്ട് ഇവർ തിരിച്ചു വരുന്നുണ്ട്. അതിനുശേഷം കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനാണെങ്കിൽ, അതായത് തയ്ച്ചിയാണെങ്കിൽ ആ ഒരു മീനൊക്കെ കൊടുക്കുന്നുണ്ട്. അവൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത്. ആ പെങ്കൊച്ചിൻ്റെ അടുത്തും ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് ജീവനുള്ള മീനാണത്, കൈ പിടിക്കാൻ പേടിയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ കോഹയുടെ കണ്ണ് മൊത്തം ഒരു ജെലസ് ആയിട്ടുള്ള രീതിയിൽ ഇവരെ തന്നെ നോക്കുകയാണ്. അങ്ങനെ കോഹ ഇവരെ തന്നെ നോക്കിക്കുന്ന സമയത്താണ് തയ്ച്ചി അവൻ്റെ അടുത്തേക്ക് വരുന്നത്. കോഹ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയില്ല എന്നുള്ള രീതിയിൽ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ തയ്ച്ചി അത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തയ്ച്ചി വന്നിട്ട് എന്താ കാര്യം എന്ന് നോക്കുമ്പോൾ കോഹെ തിരിച്ച് എന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയം തയ്ച്ചി അല്ല നീയല്ലേ ഇപ്പം എന്നെ നോക്കിക്കൊണ്ടിരുന്ന, എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കോഹെ അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. അതിനുശേഷം എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നുണ്ട്, ഫുഡൊക്കെ റെഡി ആവുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അപ്പോൾ പിടിച്ച ആ ഒരു 3 മീനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരിപ്പോൾ 7-8 പേരുണ്ട്. അപ്പോൾ ആരൊക്കെ ആ മീൻ കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ തയ്ച്ചിയാണെങ്കിൽ കോഹേനെയും കൂടെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ട് കോഹെ ഒരു മീനെ പിടിച്ച് ഞാൻ 2 പിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ കോഹയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കോഹയും ഒന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെയല്ല ഞാൻ 2 മീനെ പിടിച്ച് തയ്ച്ചി ഒന്നാ പിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർക്ക് എല്ലാം മീനൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ ഫുൾ എൻജോയ് ചെയ്യാണ്. പിന്നെ നൈറ്റ് ടൈം ആവുകയാണ്, എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ്. ആ സമയം കോഹെ മാത്രം ഉറങ്ങുന്നില്ല. പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന ടൈമിന് തയ്ച്ചിയും അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, യോക്കോ ഭയങ്കര സൗണ്ടിലാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം കോഹെ ഞാൻ അതുകൊണ്ടല്ല എഴുന്നേറ്റ് വന്നത്, അത് പിന്നെ ഇത്ര അടിപൊളി ഒരു ട്രിപ്പ് തിരിച്ചു പോകേണ്ട ടൈമായല്ലോ എന്നോർത്ത് വിഷമിച്ച് ഞാൻ വന്നതാണെന്ന് പറയാണ്. തയ്ച്ചപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാമല്ലോ എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് തയ്ച്ചിയാണെങ്കിൽ ഈ നക്ഷത്രത്തിലേക്ക് നോക്കി നിന്നിട്ട് നല്ല രസമുണ്ടല്ലോ, അല്ല സൈൻ ലാംഗ്വേജിൽ നക്ഷത്രത്തിനെ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കോഹെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. തയ്ച്ചിയും അതിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കോഹയുടെ അടുത്ത് നിനക്കാണെങ്കിൽ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കാൻ നന്നായിട്ട് അറിയാമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. കോഹെ അപ്പോൾ എനിക്ക് വാക്കുകൾ അറിയാം, എന്നാൽ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഞാനാണെങ്കിൽ ഫിംഗർ ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചി ഫിംഗർ ലാംഗ്വേജോ അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കോഹെ വിരൽ വെച്ചിട്ട് ഓരോ വേർഡ്സ് ഉണ്ടാക്കിയിട്ട് തയ്ച്ചി ഇത് എങ്ങനെയാണ് ആക്ഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം തയ്ച്ചി ചെയ്യാൻ ശ്രമിക്കുമ്പോഴേ തെറ്റിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഹെ തയ്ച്ചിയുടെ കൈ പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ കൈ പിടിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോഹെ അത് പറഞ്ഞു കൊടുത്തിട്ട് കയ്യിൽ നിന്ന് പിടിവിട്ട ശേഷം അവനാണെങ്കിൽ തിരിഞ്ഞങ്ങ് നിൽക്കുകയാണ്. അവൻ്റെ മനസ്സിൽ എന്തോ ഫീലായിട്ടുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാതെ തയ്ച്ചാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കോഹെ വീണ്ടും തയ്ച്ചിട്ട് കൈ പിടിച്ചിട്ട് നീ ഇങ്ങനെ ഇനിയും കെയർലെസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിന്നെ ഒരിക്കൽ കൂടെ കിസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചാണെങ്കിൽ നീ എന്താ പറഞ്ഞ എന്നുള്ള രീതിയിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിന്ന് പോകുന്നുണ്ട്. കോഹെ അപ്പോൾ ചുമ്മാ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനുശേഷം തയ്ച്ചാണെങ്കിൽ ചെന്ന് കിടക്കുമ്പോഴത്തേക്കും അവൻ്റെ മൈൻഡിൽ ഈ ഒരു കാര്യം തന്നെയാണ്. അതേപോലെ അന്ന് കോഹയാണെങ്കിൽ അവനെ കിസ് ചെയ്തതുമാണ് അവൻ്റെ മൈൻഡിൽ വരുന്നത്. അങ്ങനെ അതും ആലോചിച്ചിട്ട് അവൻ കോഹേനെ നോക്കുമ്പോൾ കോഹയും തിരിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. തയ്ച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. അതിനുശേഷം രാവിലെ തയ്ച്ചിയും അവൻ്റെ ഫ്രണ്ട്സ് എഴുന്നേറ്റ് പല്ല് തേക്കാൻ നിൽക്കുമ്പോഴത്തേക്കും തയ്ച്ചി ഒരുമാതിരി ഇരിക്കുമ്പോഴത്തേക്കും അവൻ്റെ ഫ്രണ്ട്സ് നീ ഇന്നലെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തയ്ച്ചി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പല്ല് തേക്കാനായിട്ടിരിക്കുകയാണ്. ആ സമയം കോഹയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തിരിച്ചൊരു കോളേജിലേക്ക് ചെല്ലുന്നതാണ്. ആ സമയം തയ്ച്ചിയാണെങ്കിൽ എങ്ങനെ നോട്ട് ടേക്കിംഗ് ചെയ്യണമെന്ന് നേരെ പഠിക്കാനായിട്ട് തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. കോഹയും അവൻ്റെ കൂടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറാണെങ്കിൽ പരമാവധി ഷോർട്ടാക്കി എഴുതുക, ഒരു പോയിൻ്റ് പോലും വിടാതെ തന്നെ നോട്ട് ടേക്കിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, സിമ്പിൾസും പിന്നെ ഷോർട്ട് വേർഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ട് എഴുതാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ക്ലാസ് കഴിഞ്ഞ് പുറത്ത് വന്നിരിക്കുന്നതും തയ്ച്ചി ഞാൻ മടുത്തേന്ന് പറഞ്ഞിട്ട് ബെഞ്ചിൽ കിടക്കുന്നുണ്ട്. കോഹെ ഇപ്പം നീ ഓക്കെ ആണെന്ന് നോക്കുമ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് പറയാണ്. അങ്ങനെ കോഹെ അവൻ്റെ അടുത്തിരുന്നിട്ട് തയ്ച്ചി നീ മുമ്പത്തെ പോലെ തന്നെ നോട്ട് എഴുതിയാൽ മതി, എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രൊഫഷണൽ ആവാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും തയ്ച്ചിയാണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലേ നെവർ ഗീവ് അപ്പ് എന്ന്, നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിയാലും അത് വിട്ടു കൊടുക്കാതെ കണ്ടിന്യൂ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. പിന്നെ സീനിയേഴ്സൊക്കെ ഇതുപോലെ പ്രൊഫഷണൽ നോട്ട് ടേക്കേഴ്സ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറയാം അതുപോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് നല്ല കഴിവുണ്ട്, എനിക്കും പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ
സമയം കോഹ ചിരിക്കുമ്പോൾ തേച്ചിയാണെങ്കിൽ എന്തിനാ ചിരിക്കുന്നത്, എനിക്ക് പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത്, ചെയ്ത് കാണിച്ചിരാന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ക്ലാസ്സിന് ചെന്നിരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ സാറ് പറയുന്ന തമാശയൊന്നും കോഹയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല. തയ്ച്ച് അപ്പോൾ പെട്ടെന്നൊക്കെ തന്നെ എഴുതിയിട്ട് ആ തമാശ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റു കുട്ടികൾ ചിരിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കിയിട്ട് കോഹയ്ക്കും ചിരിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതിനുശേഷം കോഹേനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ സൈൻ ലാംഗ്വേജ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പ് അവൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാമോയെന്ന് ചോദിച്ചിരുന്ന ആ 2 ഗേൾസും ഇപ്പോൾ വന്നിട്ട് ക്രിസ്മസ് എന്നും ഗിഫ്റ്റ് എന്നൊക്കെ സൈൻ ലാംഗ്വേജിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇതിപ്പോൾ ക്രിസ്മസ് ടൈമായി വരുന്നുണ്ട്. അതിനുശേഷം തയ്ച്ചനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ അയ്യോ തണുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഓടി കയറുന്നുണ്ട് വീട്ടിൻ്റെ അകത്ത് രാവിലെ തന്നെ. എന്നിട്ട് അവനാണെങ്കിൽ തീയൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് നിന്നിരിക്കുകയാണ്. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ വീട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ആ സമയം അവൻ്റെ മുത്തശ്ശനാണെങ്കിൽ അവന് പോക്കറ്റ് മണിയായിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഫുഡൊക്കെ പോയി വാങ്ങി കഴിക്കാനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തയ്ച്ചിയും കോഹയും പ്രാർത്ഥിക്കാനുള്ള സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം തയ്ച്ചിയാണെങ്കിൽ അവൻ എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം മുത്തശ്ശനാണെങ്കിൽ കൂർക്കം വലിക്കാതെ കിടന്നുറങ്ങണം. രണ്ടാമത്തെ കാര്യം അവന് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം ഇപ്പോൾ കോഹയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ കോഹയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ആഗ്രഹങ്ങൾ ആരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. തയ്ച്ചപ്പോൾ അയ്യോ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. കോഹയോ പക്ഷേ ഞാൻ നേരെ കേട്ടില്ല, അതുകൊണ്ട് അതൊക്കെ നടക്കൂ എന്നൊക്കെ തന്നെ പറയാണ്. അതിനുശേഷം അവരുടെ കോളേജിൽ സ്പ്രിംഗ് ടൈം എന്തോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അതായത് പുതിയതായിട്ട് പിള്ളേരൊക്കെ ജോയിൻ ചെയ്യുന്ന ടൈം എന്തോ ആണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇറങ്ങിയിട്ട് നമ്മുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തയ്ച്ചിയും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പിള്ളേരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ ID താഴെ വന്ന് വീഴുന്നത് കാണുന്നത്. അവനുണ്ടെ തന്നെ അതെടുത്തിട്ട് ആ പെൺകൊച്ചിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് കോഹ വരാണ്. ആ പെൺകുട്ടിയുടെ പേര് മായ എന്നാണ്. ആ സമയം തയ്ച്ചി അടുത്തേക്ക് കണ്ടിട്ട് കോഹയാണെങ്കിൽ ആ തയ്ച്ചി നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മായ തയ്ച്ചിയോ, ഇതാണോ നീ മുമ്പ് പറഞ്ഞിട്ടുള്ള തയ്ച്ചി എന്നിങ്ങനെ കോഹയുടെ അടുത്ത് ചോദിക്കുകയാണ്. കോഹ അപ്പം അതേന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചി എന്താ സംഭവം, ഇതാരാ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഉണ്ടാകുന്നതിന് ബൈ.